ഹലോ വിചാരിക്കുന്നത് എന്റെ പുതിയ സൺഗ്ലാസ് ആണ്. പുതിയതായതുകൊണ്ട് 10 പേര് അറിയാനായിട്ട് അടുത്ത രാത്രി കൊട പിടിക്കുമെന്ന് ചിരിക്കല്ലേ ചേട്ടാ ഇതിന് ചിരിക്കാം മക്കളെ, നീ എന്റെ മോനല്ലേ. ഹലോ എന്റെ ഭർത്താവ് എന്നെ കോരടിക്കാൻ കൂട്ടുന്നില്ല. ഹലോ ഹലോ കുറച്ചെന്റെ കൂടെ ഇൻഡോർ വെയർ ചെയ്യുന്ന ക്ലാസ് ആണ്, അത് പക്ഷേ പറഞ്ഞില്ല. എന്തോ ഇത് ഇൻഡോർ വെയർ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് അല്ലേ, ഇതെവിടെയാണ് വെക്കാൻ? എനിക്കറിയാത്ത കാര്യം പോലും എന്റെ ഭർത്താവാണ് എനിക്ക് പറഞ്ഞത്. എന്റെ ഭർത്താവ് ഈ ഗ്ലാസ് കൊള്ളാമോ ഇല്ല എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറയട്ടാ, ഓക്കെ, ആ കമന്റ്സ് മാത്രമേ ഇതിന്റെ താഴെ പാടുള്ളൂ, അല്ലാത്തല്ല ഞാൻ ഡിലീറ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടാ, ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് വെച്ച് നോക്കാൻ തരണേ. വെച്ച് നോക്കാൻ മാത്രം അത്രയും മതി, ബാക്കി എനിക്ക് കണ്ണ് കണ്ടുകൂടാ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടാ, ഷൂട്ട് ചെയ്യുന്നത് എന്റെ അലമാര കൊണ്ട് വെച്ചോളാം. ആക്ച്വലി നമ്മൾ അവരുടെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ കണ്ണാടി വാങ്ങിച്ചിരിക്കുന്നത്. ലെൻസ് കട്ട് ശാസ്ത്രമംഗലം. കേട്ടല്ലോ, എനിക്ക് കൂടെ വാങ്ങിച്ചു. അടുത്ത് താരക്കല്ലേ, ശാസ്ത്രമംഗലത്താണിത്. സാരമില്ല, നീ കാർഡ് തന്നാ ഞാൻ താമസിക്കുന്ന ശാസ്ത്രമംഗലത്തിന് അടുത്തുള്ള ലെൻസ് കാർഡ് എന്നാണ് കാർഡ് തരും. സോ ഗൈസ്, ഞാൻ കുറേ നാളായിട്ട് ഒരു സൺഗ്ലാസ് വാങ്ങിക്കണം എന്നങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഫൈനലി ഐ വെന്റ് ടു ലെൻസ് കാർട്ട് ശാസ്തമംഗലം. ഒരു സൺഗ്ലാസ് വാങ്ങിക്കാനായിട്ട് ഷോറൂമിൽ കയറിയാൽ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം 500+ ട്രെൻഡി ഡിസൈൻസ് ആണ് അവിടെ ഉള്ളത്. അതെല്ലാം നമുക്ക് പവറിൽ വേണമെങ്കിൽ അങ്ങനെ, 0 പവറിൽ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഈ ഗ്ലാസ്സസ് ഒക്കെ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അയ്യോ, നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടെന്നേ തോന്നില്ല, അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഓരോ പീസും ഭയങ്കര സ്റ്റൈലിഷ് ആണ് കേട്ടോ. പൊതുവേ എനിക്ക് ഗ്ലാസ് വെക്കുമ്പം ചേരുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വരാറുണ്ട്. പക്ഷെ അവിടെ വന്ന് ഞാൻ കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കിടിലനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിമൻ സെക്ഷനിലുണ്ട് ചില ഫ്രെയിംസ് ഒക്കെ എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ഗ്ലാസ്സസ് എല്ലാം ആൻറ്റി ഗ്ലെയർ ആണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ എന്ത് വേണം? എൻ്റെ അറ്റൻഷൻ കൂടുതൽ കൊണ്ടുപോയത് ഇവരുടെ ബ്ലൂ സ്ക്രീൻ ഗ്ലാസ്സസ് ആണ് കേട്ടോ. കാരണം നമ്മളെപ്പോലെ ഫോൺ ഒത്തിരി യൂസ് ചെയ്യുന്നതും എഡിറ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കണ്ണിന് ബ്ലൂ ലൈറ്റ് എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ഒരു ഗ്ലാസ് തരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. കോൺസെപ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഗ്ലാസ് എനിക്ക് ഇങ്ങനൊരു സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു ഓണസ്റ്റ്ലി. ആൻഡ് എല്ലാ ലെൻസ് കാർഡിൻ്റെ ഫ്രെയിംസിലും പ്രോഗ്രസീവ് ലെൻസസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നേരെ ലെൻസ് കാർഡിലോട്ട് വിടുകയാണെങ്കിൽ 60% ഓഫറാണ് കേട്ടോ സൺഗ്ലാസസിൽ. അവരുടെ ഐക്കോണിക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ഐ ചെക്കപ്പും ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലെൻസും കിട്ടും ലെൻസ് കാർട്ടിൽ നിന്ന്. ഈ ഒരു ഓഫർ ക്ലിയറും പിന്നെ കളർ ലെൻസസിനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. I had a fun time shopping. So what are you waiting for? Go get your stylish glass from Lenskart store immediately. Okay. നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇത് രണ്ടുപേർക്കും വെക്കാൻ പറ്റും. നമ്മളെല്ലാം അങ്ങനെ വാങ്ങിക്കാറുള്ളൂ. കാരണം എനിക്ക് ബ്രാൻഡഡ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ വാങ്ങിക്കുന്ന യൂണിസെക്സ് സാധനങ്ങളെല്ലാം ഞാൻ അടിച്ചു മാറ്റി എന്റേതെന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും നാളായിട്ട് യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യം എന്റെ വയർ മറക്കാൻ ഞാൻ ഒരു കുഷൻ എടുത്തു വെച്ചോണ്ട് ഒരു പ്രസവമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്കും വേണം. യെസ്, അനുകുട്ടി എനിക്കും വേണം. കുഷൻ തന്ന ആവശ്യമില്ല. വേണം. കുമ്പയിൽ എന്തുണ്ട് നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, കണ്ടന്റ് പറഞ്ഞല്ലോ, ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഫ്രഷ് കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Who knows me better? കൈയടിക്കും. Who knows me better? ഇവര് നിങ്ങൾക്ക് വിചാരിക്കും നിങ്ങൾ ആ വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭർത്താവും അമ്മായിയമ്മയും കൂടി മത്സരിച്ച് നിങ്ങൾ അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. അമ്മായിയമ്മയാ എന്റെ അമ്മ, ഞാൻ അമ്മയുടെ മത്സരിക്കുന്നത്. പിന്നെ നീ അമ്മൂമ്മ ടീച്ചർ. പിന്നെ ഭർത്താവ് ടീച്ചറും കൂടെ മത്സരിക്കുന്നത്. ഭർത്താവ് ടീച്ചറെ കൂടെ ഭാര്യ പറ്റി. ഓക്കെ, ഹൂ നോസ് മീ ബെറ്റർ ആണ് ഇവിടെ. മീ എന്നെ 28 വർഷം അമ്മ വളർത്തി. 27-ാം വയസ്സിൽ എനിക്കറിഞ്ഞൂടാ. 7-ാമത്തെ വയസ്സിൽ തന്നെ 27 ഇയേഴ്സ് എന്നെ വളർത്തിയ താര കല്യാണാണോ അതോ എന്നെ 2020 കല്യാണം കഴിച്ച അർജുൻ ശേഖറിനാണോ എന്നെ കൂടുതൽ അറിയാവുന്നത്? അർജുനായിരിക്കും, അല്ലെങ്കിൽ സ്വാഭാവിക കല്യാണം കഴിക്കുന്നത്. അമ്മ കോൺഫിഡൻസോടെ നിൽക്കുക. അർജുൻ കോൺഫിഡൻസ് കണ്ടില്ലേ? എന്തോ പലർക്കും അങ്ങനെയാണ്. എന്നെ കാണുമ്പോൾ ബാലിയെ പോലെ പകുതി പവറാങ്ങത്തി. അയ്യടാ, അല്ലാതെ എന്റെ ഓർമ്മക്കേട് മാത്രം കാണും. അപ്പൊ ഗെയിമിന്റെ റൂൾസ് ഞാൻ പറയട്ടെ. ഇപ്പൊ ഗെയിം തുടങ്ങുമ്പോ എനിക്കൊരു പോയിന്റ് പിന്നെ പോട്ടെ.
രണ്ടിപ്പോ എത്ര വർഷം വളർത്തി ചോദിച്ചപ്പോ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അത് ശരിയാണ്. യെസ്, ഓക്കെ. ഗെയിമിന്റെ റൂൾസ് അയ്യോ, അപ്പൊ ഞാൻ ഈ ഗെയിമിൽ ആദ്യമേ തോറ്റുപോയി. നമുക്ക് തുടങ്ങാം. ഓക്കെ, അമ്മ പറഞ്ഞു നാരായണ. നരസിംഹമൂർത്തി നാരായണ. അർജുൻ ജയിക്കട്ടെ. ഞാൻ ഇതില് പാർഷ്യൽ ആയിട്ടൊന്നുമല്ല ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. രണ്ടുപേർക്ക് ആൻസർ ചെയ്യാൻ. അത് ക്വസ്റ്റ്യൻ കേട്ടിട്ട് പറയാം. ഞാൻ പറയല്ലേ, ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. അതെന്നെ എന്റെ അല്ലേ ക്വസ്റ്റ്യൻ എന്തിനു കാണിക്കണേ? ഓക്കെ, അനുവാണ് മാർക്ക് ഇടുന്നത്. എനിക്ക് വേണ്ടി ഇവിടെ പറയും ലോകത്ത്. ഞാൻ ആദ്യം തന്നെ എന്റെ ക്യാമറമാന് നന്ദി പറയട്ടെ. ഓക്കെ, ഗെയിം റൂൾസ്. ഇവിടെ ബസർ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സമ്മതിക്കണം. ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട, രണ്ടുപേരും അവരവരുടെ പേര് വിളിച്ചാൽ അവരവരുടെ പേര്. ഇപ്പൊ അമ്മയ്ക്ക് ആൻസർ പറഞ്ഞ അമ്മ താര എന്ന് പറയണം. ആദ്യം ഞാൻ ആരുടെ കേൾക്കുന്നു ഞാൻ തന്നെ ഉത്തരം പറയേണ്ടി വരില്ല. എന്താ അർജുൻ എന്ന് പറയുമ്പോഴും ഞാൻ പറയണം, താരം എന്ന് പറയുമ്പോഴും ഞാൻ തന്നെ പറയണ്ടേ? ഇതിലും കൂടുതൽ തള്ളൽ വേറെ എവിടെ മാത്രം. മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പേര് പറയണം. നിങ്ങൾ സ്വന്തം പേരാണ് പറയേണ്ടത്. ഞാൻ ആരുടെ പേര് ആദ്യം കേൾക്കുന്നു അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആൻസർ അറിയാമെങ്കിൽ ആൻസർ ആദ്യം വിളിച്ച് പറയാം. അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓക്കെ, എനിക്ക് 20 ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് എന്നെ പറ്റി തന്നെ അറിയില്ല എന്നുള്ളത് തോന്നുന്നു. 19 ക്വസ്റ്റ്യൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് എന്നെ പറ്റി ആദ്യം ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് കൊള്ളാമെങ്കിൽ ഞാൻ എന്റെ ചാനലിലും ചെയ്യും. ഈ വീഡിയോ തരില്ല, വേറെ വീഡിയോ തരാം. 2 ദിവസമാണ് ഞാൻ പറഞ്ഞുതരാം. വേണ്ട വേണ്ട, അതിപ്പോ ചേട്ടൻ ജയിക്കൂലേ, അത് വേണ്ട. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. റെഡി ആയിട്ട് നിന്നാണ് പേര് വിളിക്കാൻ റെഡി ആവണേ. ആദ്യം കുറച്ച് മറ്റേ ലളിതമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അർജുൻ, നീ എല്ലാത്തിനും ചാടി കയറി എനിക്ക് ചാൻസ് കൊടുക്കും. പോലെ ഇവിടെ നിൽക്കണ എനിക്ക് ഹെൽപ്പ് വേണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മൈ ഫേവറേറ്റ് കളർ. ആൻസർ പറയരുത്, അർജുൻ. ഞാൻ ഇത്രയും സമയം നിന്ന് കണ്ട ഇങ്ങനെ. അപ്പോഴൊന്നും താരം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ബോട്ടിൽ ഗ്രീൻ. സെക്കൻഡ് ചാൻസ് ഉണ്ടോ? രണ്ടുപേരും ആക്ച്വലി കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. പക്ഷെ ചേർന്ന് നിൽക്കുന്ന ഉത്തരത്തിനോട് നമുക്ക് മാർക്ക് കൊടുക്കാം അല്ലേ? പക്ഷെ 0.5 കൊടുക്കുള്ളൂ. അർജുൻ ചേട്ടന് 0.5. അമ്പോ, ഡീലല്ലേ നിന്റെ ഇഷ്ടപ്പെട്ട കളർ? ശരിക്കും എന്റെ ഫേവറേറ്റ് കളർ എന്താണ്? അനു പറ. ബ്ലാക്ക്. ബ്ലാക്ക് ആണ് എന്റെ ഫേവറേറ്റ് കളർ. നീ വീഡിയോ എല്ലാവർക്കും ഫേവറേറ്റ് കളർ അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റുമോ? എനിക്ക് മാറ്റാൻ പറ്റുമോ? ഇത്രയും പറഞ്ഞിട്ട് നീ ഒരു ബ്ലാക്ക് സാധനം പോലും ഇട്ടിട്ടില്ല ഇന്ന്. അല്ലെങ്കിൽ എന്നെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ ബ്ലാക്കേ ഉള്ളൂ. മക്കളെ സാരമില്ല, നമുക്ക് അടുത്ത ഇല്ല അങ്ങനെ പോയിട്ട്. ശരി, അടുത്ത ചോദ്യം. അര പോയിന്റ് കൊടുത്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വിളിച്ച് പറയരുത്, പേരാണ് വിളിക്കേണ്ടത്. ഓക്കെ, വീട്ടില് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം. താര. തൈര് സാദം പൊട്ടേറ്റോ കറി. കൊടുക്കാം ഒരു മാർക്ക്. ചേട്ടാ മനഃപൂർവ്വം വിട്ടുകൊടുത്തിരിക്കണം. അതൊന്നും കൊള്ളൂല ചേട്ടാ. അതെന്ത് വിളിക്കാത്ത, പേര് വിളിക്കാത്ത എന്ത്? ചുമ്മാ നിങ്ങൾ തമ്മിൽ അത് പറ്റൂല, അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്ക്, പുറത്തെടുക്ക്. ആരാണ് ഞാൻ മാർക്ക് ഇടാൻ പഠിച്ചിരിക്കുന്നത്? കൊച്ചിന് നേരത്തെ ആൻസറിന് ഒരു അര പോയിന്റ്. ഇപ്പൊ താര ടീച്ചർക്ക് 1 പോയിന്റ്. ഓക്കെ, അടുത്തത് ഇപ്പൊ ഉള്ള, അതായത് എനിക്കൊരു ഫേവറേറ്റ് ഹോട്ടലും അവിടുത്തെ ഫുഡും. അർജുൻ. പാർക്കും ഇപ്പോഴത്തെ പറഞ്ഞിട്ട് ശരിക്കും ഇപ്പോഴത്തെ മറ്റേതാണ് എംപിഎൽ കിച്ചണും അവിടുത്തെ ഏതാണ്ട് ഒരു കറി. ഏതാ? ഫുള്ള് പറഞ്ഞാലേ ഫുൾ മാർക്കുള്ളൂ. ഇല്ല, സോറി, പേര് നേരത്തെ വിളിക്കണം. അമ്മയാണ് എന്നെ ആദ്യം അവിടെ കൊണ്ടുപോയത്, എന്നിട്ട് പറഞ്ഞില്ല. എനിക്കെങ്ങനെ അര പോയിന്റ് മതിയാ? അര മതിയാ? ആൻസർ ഫുൾഫിൽ ചെയ്തില്ല. മഷ്റൂം കറി. ഓ യെസ്, അയ്യോ, അപ്പൊ ഗോബി മഞ്ചൂരിയൻ ആണ്. അതല്ല എന്നോട് ഫേവറേറ്റ്. ഗോബി മഞ്ചൂരിയൻ ഒരിക്കലും കഴിക്കില്ല. അല്ല, നീ പണ്ട് പണ്ടൊന്നും കഴിക്കില്ല. പണ്ട് പനീർ ബോൾ മഞ്ചൂരിയൻ. ബോൾ മഞ്ചൂരിയൻ ഒറ്റൊരു സ്ഥലത്ത് മറ്റേ അതാണ് അവളുടെ ഫേവറേറ്റ്. ലീഡിങ്
ടീച്ചർ 1 അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഡക്ക് ഔട്ട് ആയില്ലല്ലോ. ഇത് പക്ഷെ രണ്ടുപേർക്കും ചിലപ്പം അർജുൻ ചേട്ടനായിരിക്കും കൂടുതൽ പറയാൻ സാധ്യത. എന്നാൽ അമ്മ ശ്രമിച്ച അമ്മയ്ക്ക് പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യനെ ഇപ്പൊ ഉള്ള ഡോഗ്സിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഹാപ്പി. യെസ്. ലോകത്തിലെല്ലാം ചിലപ്പോ ഹ്യൂഗോ എന്ന് പറയാലോ. അറിഞ്ഞൂടായിരുന്നു. ഓക്കെ, അടുത്ത. എനിക്ക് മുമ്പ് കുറെ പഗ്ഗുകളെ ഞാൻ വളർത്തിയിരുന്നു. അമ്മയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റണതാണ്. പഗ്ഗുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരായിരുന്നു? ചബ്ബി. തെറ്റ്. പൂസ. തെറ്റ്. പിന്നെ അത് പറ്റില്ല, അത് പറ്റില്ല. ബേബിയാണ് ഉത്തരം രണ്ടുപേർക്ക്. ചബ്ബി അല്ലേ വസക്കുട്ടി? അല്ലല്ല, പൂസ തന്നെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. ബേബി, എനിക്ക് ഏറ്റവും ഇഷ്ടം ബേബിയാണ്. യെസ്, ഭൂപു എന്റെ ഫസ്റ്റ് ഡോഗ് എന്നുള്ള സെന്റിമെന്റ്സ് അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബസ്സിന്റെ ബേബി ആയിരുന്നു. ഓക്കെ, രണ്ടുപേർക്കും പോയിന്റ് ഇല്ല, തോറ്റിരിക്കുന്നു. 0. ഓട്ടുമക്കളെ സാരമില്ല, നമുക്ക് ഇനിയും മുന്നേറാം. ചുമ്മല്ല. കുഞ്ഞോയ്ക്കൊക്കെ എങ്ങനെ അറിയാം ബേബിയാണ്? പക്ഷെ ചബ്ബിയാണ് ഇഷ്ടം. ചബ്ബി ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ. ഞാൻ ഒരു പേര് പറഞ്ഞത് എനിക്ക് ബാക്കിയുള്ള പട്ടികളെ ഞാൻ കുപ്പത്തൊട്ടി കൊണ്ടിട്ടൊന്നല്ല. ചബ്ബി പിടിക്കാതെ പിടിക്കും. ബേബി പിടിക്കും. ബേബി ഓടണം, പക്ഷെ നല്ല ബേബി പിടിക്കും. ബേബി ഓടണം, നല്ല ബേബി പിടിക്കും. ഓക്കെ, എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത് മിക്കവാറും അർജുൻ ചേട്ടൻ മാത്രമേ ഉത്തരം പറയുള്ളൂ. കൊച്ചു ബേബിക്ക്, അതായത് സുദർശനയ്ക്ക് എനിക്ക് വേറൊരു പേരിടാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ആ പേര് എന്താണ്? എനിക്കാണ്. എനിക്ക് അർജുൻ. വാസുകി. ചുമ്മാ പോ. വാസുകി ഡാൻസർ ആണ്. വാസുകി എന്ന പേര് ഭയങ്കര അഴകായിരിക്കുന്നു. ഞങ്ങളുടെ ചൊല്ലിട്ടേ ഇല്ലേ? നിങ്ങൾ അറിയണം, പലതും സൗഭാഗ്യം എന്നോട് പറഞ്ഞിട്ടേ. അമ്മയ്ക്ക് അമലേഷ്യ. അമ്മ എന്നോട് അറിയിച്ചിട്ടില്ല. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ സുദർശനയ്ക്ക് മുമ്പ് ഇടാൻ വെച്ചിരുന്ന പേര്, നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഇടാൻ വെച്ചിരുന്ന പേര് ഏത്? ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചോദിച്ചത്. സുദർശനയ്ക്ക് മുന്നേ, അതായത് ഒരാഴ്ചക്ക് മുന്നാണ് നമ്മൾ സുദർശന ആക്കണത്. അതിന് മുന്നേ ഇടാൻ വെച്ചിരുന്ന ഫിഷ് ടാങ്കിലുണ്ട്, കിളിക്കൂട്ടിലില്ല. എനിക്ക് അറിഞ്ഞൂടാ. മീനാക്ഷി അർജുൻ ശേഖർ. അത് ഞാൻ മറന്നുപോയി. അപ്പൊ എന്റെ മാത്രം താല്പര്യം ഉണ്ടായിരുന്നു വാസുകിന്ന്. പിന്നെ എന്റെ അമ്മൂമ്മ അർജുൻ ചേട്ടൻ അമ്മ എന്നെ ചീത്ത വിളിച്ച് ഓടിച്ചു. പാമ്പിന്റെ പേരിടാൻ പാടില്ല. എന്റെ അമ്മയ്ക്ക് സമ്മതിക്കോ? ഇല്ല, ഇതൊന്നും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോ അമ്മയ്ക്കായിരിക്കും പറ്റുന്നത്. ഇത് അമ്മ മറന്നാ ഞാൻ അമ്മയോട് ഇറക്കി വിടും. അപ്പൊ എനിക്ക് നേരത്തെ വീട്ടിൽ പോകല്ലോ. ഓക്കെ, എന്റെ ജനന സമയം 12:05. ചേട്ടാ അറിയായിരുന്നു? അതെ, ആൻസർ അറിയാവുന്നിട്ട് പോലും വിട്ടുകൊടുത്തിരിക്കുന്ന അർജുൻ ശേഖർ. നീ വിട്ടുകൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നീ താര ടീച്ചറെ വേദനിപ്പിക്കാതെ വെളിയിലൊരു എഗ്രിമെന്റ് എഴുതിയിട്ട് വന്നിരിക്കുന്നതായിട്ട് എനിക്കൊരു സംശയം. പിന്നെ അത് എന്തായാലും അറിയായിരിക്കും. 9:20 ചേട്ടൻ ചായ കുടിക്കാൻ പോകുന്നു. നേരത്തെ ആർക്കാണ് പോയിന്റ്? താര ടീച്ചർ. ഓക്കെ, ഇപ്പൊ ആരാണ് ലീഡിങ്? ഇപ്പൊ ഓ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേൾക്കണം. നമുക്ക് ആൻസർ അറിയാമെന്നൊരു ഓവർ കോൺഫിഡൻസ് വരും. പക്ഷെ എന്നാലും ചിന്തിക്കണം. ഞാനൊരു വാർണിംഗ് തരികയാണ്. ഓക്കെ, എനിക്ക് സ്ഥിരമായിട്ട് ഒരു ഫോറിൻ സ്ഥലത്ത് പോകണം. ഒരു സ്പെസിഫിക് സ്ഥലം. അവിടെ പോണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു. എനിക്കും അറിയായിരുന്നു സിംഗപ്പൂറാണ്. സിംഗപ്പൂർ. അപ്പൊ എനിക്ക് പറയാം. ഇല്ലില്ല, സക്കുട്ടി റൂൾസ് തെറ്റിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരു സ്ഥലത്ത് പോണം. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അർജുൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നീ ക്വസ്റ്റ്യൻ തീർന്നില്ലെന്ന് പറയാത്തത്? അർജുൻ പറഞ്ഞേ ഇല്ല. നീ സിംഗപ്പൂർന്ന് മാത്രമേ പറഞ്ഞു. അത് പറഞ്ഞു.
എല്ലാ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. പറഞ്ഞോ ഇല്ലയോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എഴുതട്ടെ. അനുവിന് പേടി, ടീച്ചറല്ലേ. അങ്ങനെ ഒരു പേടി അനുവിനില്ല. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് തമിഴ് മൂവി. താര. ചീവിടിന്റെ താര. മറ്റേ അസിന്റെ പടം അല്ല, ജില്ലെന്നൊരു കാവ്. തെറ്റി. എന്നാ അർജുൻ അയ്യോ അതായിരുന്നില്ല. മറ്റേ അസിന്റെ പടം. അതേ സിനിമ അത്. അത് ഇത് പോക്കിരി അല്ല, ഗജനി. കാക്ക കാക്കയായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്തായാലും അർജുൻ പറയാൻ പറ്റുമായിരിക്കും. എന്റെ ഫേവറേറ്റ് തമിഴ് മൂവി ആക്ടർ സൂര്യ. ഞാൻ വേണമെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്താ? ആദ്യമൊക്കെ മാധവനായിരുന്നു, പിന്നെ സൂര്യ. ഇതിന് മാർക്ക് കൊടുക്കണോ? ഞാൻ അർജുൻ അര മാർക്ക്. റൂൾസ് തെറ്റിച്ചാൽ അര മാർക്ക്. ഞാൻ അർജുൻ വേണ്ടാണ് പറയണേ. എന്നെ സമ്മതിക്കണേ. അല്ല, നേരത്തെ ഒരു മാർക്ക് കൊടുത്തു പോയി. ആർക്ക്? സാറേ ഇതിന് ഒരു മാർക്ക് കൊടുത്തു. ഞാൻ അർജുൻ വിളിച്ചില്ല. അല്ല, ആൻസർ ഇത് താരാന്ന് വിളിച്ചില്ല, അതിനാണ് ഞാൻ അർജുൻ വിളിച്ചു. ഓക്കെ, ഒബ്ജക്ഷൻ ഉണ്ടോ? ഒബ്ജക്ഷൻ ഉണ്ടോ? ഉണ്ട്. ആരാക്കണം? പിന്നെ താരക്ക് റൂളില്ല. പിന്നെ താര അവിടെ ഇരുന്നോളൂ. സാറില്ല, പോട്ടെ. പാവേന്റെ അമ്മ കാര്യം ഇരിക്കട്ടെ. പറക്കൊക്കെയാണ് എനിക്ക് മാർക്ക്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എന്നെ മറ്റേ അടിമുടി വിറപ്പിച്ച എനിക്ക് ഭയങ്കര ഭയാനകമായി തോന്നുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നുള്ളത്. താര. കോക്രോച്ച്. അർജുൻ കൊച്ചുകുട്ടിയുടെ പ്രേതം. കൊച്ചുകുട്ടിയെ പ്രേതമായിട്ട് വരും. അതാണ് എനിക്ക് ഏറ്റവും പേടി. പിന്നെ അമ്മ കൊണ്ട് രക്ഷയൊക്കെ എഴുതി കെട്ടി തന്ന ആളാ. എന്റെ അമ്മ കൊണ്ട് രക്ഷയൊക്കെ എഴുതി കെട്ടി തന്നിട്ട് അമ്മ പറഞ്ഞു കോക്രോച്ച്. കോക്രോച്ച് നിനക്ക് പേടിയില്ലേ? കോക്രോച്ച് പേടിയുണ്ട്. ഇനി ഭയങ്കരമായിട്ട് പേടിയുള്ളത് ഒരു കൊച്ചുകുട്ടി പ്രായമായിട്ട് കൃഷ്ണമണിയൊന്നും ഇല്ല സ്വപ്നത്തില്. ഇവിടെ ഉണ്ടാക്കി സൗണ്ടൊക്കെ വേണം നമ്മൾ പിടിച്ച് കിഴിക്കിട്ടുള്ളൂ. ശരിക്കുള്ള രാത്രി വന്ന് സൗണ്ട് ഉണ്ടാക്കണടി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എനിക്ക് എന്നെ സ്റ്റൈൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അറ്റയർ. അർജുൻ. പേര് സാരി. മത്സരിക്കാണെന്ന് മറന്നുപോയാ. അല്ല, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എനിക്ക് എന്നെ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു അറ്റയർ. എനിക്ക് മാർക്ക് വേണ്ട. അമ്മ സോൺ ഔട്ട്. അമ്മ തിരിച്ചു വരുന്നേ ഉള്ളൂ. അമ്മ പ്രേതത്തിൽ സത്യം. ഓക്കെ, പ്രേതത്തിൽ നിന്ന് വരും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ മാർക്ക് കിട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിസേർട്ട്. ചീവിടിന്റെ ശബ്ദം. അർജുൻ. ഫ്രൂട്ട് ക്രീം. അല്ല. താര. ബ്രൗണി വിത്ത് ഐസ്ക്രീം. ബ്രൗണി വിത്ത് ഐസ്ക്രീം. താര കല്യാണം ഒരു പോയിന്റ്. പക്ഷെ നീ കഴിച്ച ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കാരണം എന്താ, ഹാജിലിന് വേറെ സാധനങ്ങൾ കൂടെ പറയുന്നോണ്ട് നമ്മൾ ആ ക്രീം പറയുന്നതാണ്. പക്ഷെ ഞാനൊരു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ അപ്പം ബ്രൗണി വിത്ത് ഐസ്ക്രീം. അത് ശരിയാ. കൊള്ളൂല്ലെങ്കിൽ വാങ്ങി തന്നിട്ട് ബാക്കി ഇറക്കുകയും കൂടെ. അതാണ് എന്റെ ഫേവറേറ്റ് ഡെസേർട്ട്. ഓക്കെ, അടുത്തത്. എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഏത് വർഷമാണ് തുടങ്ങിയത്? രണ്ടുപേരും പറയൂല. അർജുൻ. എനിക്കറിയില്ല. ഞാൻ ഞെട്ടി. പക്ഷെ എനിക്കറിയാം കേട്ടോ. എന്റെ കൊച്ചി ചാനൽ തുടങ്ങിയത് പണ്ടപ്പോഴോ ആക്റ്റീവ് ആയത് കൊച്ചി. അങ്ങനല്ല, ചാനൽ തുടങ്ങിയ വർഷം പറയാം. 3 years back. തെറ്റി. അപ്പൊ തെറ്റാണ്. ശരി ഉത്തരം 2012. ഓ, എപ്പോ? 12 തുടങ്ങി. 2012 തുടങ്ങി. ഒരു 14-15 തൊട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യം. അമ്മച്ചാണ് അറിഞ്ഞില്ല. ഓക്കെ, ഡിഫിക്കൽട്ടിയും വേണമല്ലോ. യെസ്.
കുറച്ച് സീരിയസ് ആയിട്ടും ടഫ് ആയിട്ടുള്ള ഇത്ര നേരം ரொம்ப ഈസിയാ കിട്ടിയോ? ഈസി അല്ലായിരുന്ന കൊച്ചു കുട്ടികളോടെ കൊച്ചു കുട്ടികളോടെ ഓക്കെ. അതിനിടയിൽ കുറ്റം ചെയ്താന്നുണ്ട്, അത് പറഞ്ഞില്ലേ? ഒരാളെവിടെ നിൽക്കുന്നത് പട്ടിയുടെ വില എല്ലാം തരുന്നുണ്ടോ? ശരി, 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. എന്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 6 lakhs. പേര് വിളിച്ചില്ല. 6 lakhs. 6.4 ആണ്. ഏതിന് മാർക്ക് കൊടുക്കണം? ക്ലോസ് ആയിട്ട് നിൽക്കണവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അമ്മ 6 പറഞ്ഞ് അർജുൻ ചേട്ടൻ 6.4 പറഞ്ഞു. അപ്പൊ എന്തായാലും അർജുൻ ചേട്ടനെ പോയിന്റ് കിട്ടുള്ളൂ. ശരിക്കും 6,72,000 ഉണ്ട്. അപ്പൊ 6.4 ഞാൻ ലാസ്റ്റ്. എനിക്ക് വേണ്ട, ഞാൻ അർജുൻ വിളിച്ചില്ല. വേണ്ടേ? ഉറപ്പാണ്? വേണ്ട ഉറപ്പാണ്? വേണ്ട. അപ്പൊ ആരാ മാർക്ക്? താര ടീച്ചർക്ക്. ഇപ്പൊ കൂട്ടി പറയരുത്. ഓക്കെ, അടുത്തത് നമ്മൾ ഏരിയ മാറുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 8 lakhs. താര 8 lakhs. അത് കറക്റ്റ് തന്നെ. അർജുൻ അത് കറക്റ്റ് ആണ്. എന്റെ ആഗ്രഹം അത്രയൊക്കെ ആവണം. 6.something ആണല്ലേ? 647. അതൊക്കെ നീ അവന്റെ പത്തിന് അല്ല 7 lakhs. 647 ആണോ? ഇതിന് എങ്ങനെ മാർക്ക് കൊടുക്കൂ? 8 ആദ്യം പറഞ്ഞോണ്ട് അമ്മയ്ക്ക് കൊടുക്കാം അല്ലേ? ആരെ കൊടുക്കണോ? ഫുൾ കൊടുക്കണോ? ശരിക്കും 7,72,000. അമ്മ ജയിച്ചാ? ഇല്ലല്ല, ഇനിയുണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തൊരു സങ്കടം നോക്കാം. സംശയം എനിക്കെല്ലാം അറിയാലോ. കഴിവ് വേണ്ടേ ജയിക്കണം? എനിക്ക് പെണ്ണ് ഞാൻ കുറച്ചും പറഞ്ഞാണ്, പറയില്ല, ലാസ്റ്റേ പറയാവൂ. ശരി 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 ശരി. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്താണ് അരമാർക്കൊക്കെ വിട്ടുകൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഒരു കറന്റ് ഡ്രീം എന്താണ് ഇപ്പോഴത്തെ? അർജുൻ ഒരു വീട് സ്വന്തമായിട്ട് വെക്കണം. അമ്മ എന്ന് പറയാത്ത? അതൊന്നുമല്ല. അമ്മയുടെ ഞാൻ പോവാണ്. നിന്റെ ഡ്രീം അതല്ല. നിന്റെ ഡ്രീം ഡാൻസ് ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ വരണം. അതല്ല അല്ലേ? ഞാൻ അമ്മയ്ക്കല്ലേ പേയാടിലെ വീടുണ്ട്, മരുതകുടിയിലെ വീടുണ്ടെന്നൊക്കെ പറഞ്ഞ ആ ഭാഗം നമുക്ക് സെൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 18ാമത്തെ ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു കേട്ടാ. കറന്റ് ഡ്രീം എന്ന് വെച്ചാൽ അർജുന്റെ കൂടെ അല്ലേ ജീവിക്കണത്? ഞാൻ എങ്ങനെ പറയൂ? അത് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാൻ പറ്റൂല. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മിക്കവാറും എത്രയോ ചോദ്യങ്ങൾ വിട്ട് എന്റെ അടുത്ത് ഇത് താരകല്യാണാണ് ഉത്തരം പറയാനായിട്ട് സാധ്യത കൂടുതൽ. ചുമ്മാ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കളിക്കുന്ന ഭരതനാട്യം ഡാൻസ് ഏതാണ്? താര. വെള്ളി താമരേ പൂവിളിര്. 3 വയസ്സാണ് എന്റെ മോക്കപ്പം മൂകാംബികയില്. അറിയായിരുന്നു. ചേട്ടന്റെ ഏതാണ് ആദ്യത്തെ ഡാൻസ്? മീനാക്ഷി തായേ. അതാണ് ചേട്ടൻ. യെസ്, അടുത്ത ആൻസറും കൂടെ എനിക്കൊന്ന് ചെക്ക് ഇത് എനിക്ക് അറിയാവുന്നതല്ലേ പെണ്ണെ, ഞാൻ എന്റെ മോളെ എപ്പോഴാണ് പഠിപ്പിക്കുന്നത്. നീ വിട്ടുകൊടുത്താണ്. എനിക്ക് 3 വയസ്സുള്ള മൂകാംബികയെ കളിച്ചാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞാടിയായിരിക്കും. ഇതൊരു നന്മയിൽ നിറകൂടെ എപ്പിസോഡായിരിക്കും. ഞാൻ ഇനി കുഞ്ഞാവെ അനുവിനെ വെച്ചെടുക്കാം. അപ്പോഴാണ് റിയൽ ഫൈറ്റ് കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ആണോ? അടിയാണ് എന്നാലും എനിക്ക് അതൊക്കെ മറ്റേ പ്രൊമോയിലിട്ട് മ്യൂസിക്. ഞാനിപ്പോ ലാസ്റ്റ് എല്ലാം ഓക്കെ, ഇത് അർജുൻ ചേട്ടനായിരിക്കും പറയാൻ സാധ്യത കൂടുതൽ. കഷ്ടമുണ്ട് അങ്ങനെ ചോദിക്കരുത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ എത്രയായിരുന്നു? അതെനിക്കറിഞ്ഞൂടാ. ക്ലോസ് ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞാൽ ജയിക്കും, പക്ഷെ പേര് പറഞ്ഞിട്ട് പറയണം. താര 4000.
അത് വരത്തുപോലുമില്ല. 4000 രൂപ വരത്തുപോലുമില്ല കയ്യില്. 8000 രൂപയുടെ മിനിമം. ശരി 25 അല്ലേ? 25 താരാ അതാണോ? പേര് പറഞ്ഞില്ല. ഭാരമാർക്ക് കൊടുക്കാം അല്ലേ? ഉത്തരം കഴിഞ്ഞോണ്ട് ഒരു മാർക്ക് കൊടുക്കാനോ? എടാ ചെറുക്കാ, കൊടുക്കണം. അവനാ സ്നേഹം കണ്ടോ അവന്റെ മുഖത്ത്? 25 അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വളരെ എനിക്ക് ഖേദമുണ്ട് ഇവിടെ വന്ന് ഈ പ്രോഗ്രാം ചെയ്തത്. എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു 10 പേരെ വെച്ചോണ്ട് ഒന്നും അറിയില്ലല്ലോ. അത് കൊള്ളാം. ഇതിന്റെ അകത്ത് എല്ലാം ഇവിടെ ഉള്ളവരെല്ലാവരും സകല ആകെപ്പാട് അർജുൻ എനിക്ക് വിട്ടു തന്നോണ്ട് ഞാൻ 4 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഇല്ലെങ്കിൽ അതും എനിക്കില്ല. ഇവിടെയുള്ള അനു അറിയുന്നില്ല. അനു മാർക്കിടാൻ ഭയന്ന് വരുന്നു ടീച്ചറായതുകൊണ്ട്. വേണ്ട വേണ്ട, എന്നാലും എല്ലാ സത്യങ്ങളും ഞാൻ തിരിച്ചറിയാം. നമ്മളെ റിസൾട്ട് അറിയാൻ പോവുകയാണ്. എന്റെ അമ്മയ്ക്കോ അതോ എന്റെ കല്യാണം കഴിച്ച എന്റെ ഭർത്താവിനോ കാത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അങ്ങ് അറിയിക്കാം. ബ്രേക്ക് ഒന്നുമില്ല, പറഞ്ഞോ. ആർക്കാണ് ടോട്ടൽ മാർക്സ്? ഞാൻ ബിഗ് ബോസിലൊക്കെ പോലെ ഞാൻ ലാലേട്ടാണ്. മോനെ എന്താ മോനെ ഞാൻ കൈ വെക്കാം. എന്താ മോനെ അമ്മയുടെ എന്താ മോനെ ലാലേട്ട അമ്മയുടെ മോനെ മിണ്ടാതിരിക്കും മോനെ. എന്തോ തന്നെ കൊച്ചിങ്ങനെ ഇരിക്കുന്നത്. ആര് ജയിച്ചെന്ന് മാത്രം പറ. കൊച്ചച്ഛൻ ഞാൻ കേട്ടത്. അപ്പോൾ നമ്മുടെ ഈ ഹൂ നോസ് മീ ബെറ്റർ സെഷനിൽ ഇതാ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല അർജുൻ സോമശേഖർ. അർജുൻ സോമശേഖർ ഫസ്റ്റ് റണ്ണർ അപ്പ് താരാകല്യ. അവസാനത്തെ റണ്ണർ അപ്പ്. സംഭവം 8.5 മാർക്കും അമ്മയ്ക്ക് 7.5 മാർക്കും. നിങ്ങൾ ഇതിന്റെ സത്യമായിട്ട് കമന്റ് ഇടണം. ദിസ് വാസ് ടോട്ടലി ബയസ്ഡ്. എല്ലാ ക്വസ്റ്റ്യൻസും അർജുന് ഫേവറബിൾ ആയിട്ട് ചോദിച്ചു. പിന്നെ അർജുനായിട്ട് അല്ലാതെ അമ്മ എന്നെ കെട്ടിച്ചിട്ട് അമ്മ എന്നെ മറന്നുപോയതാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. താരാകല്യാൺ പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് മൊത്തം അർജുൻ. അതും പച്ചക്കള്ളം. അല്ലല്ല എനിക്ക് അതുപോലെ ഇടണേ. അല്ലെന്ന് പറയാനോ? ക്യാമറ വന്ന് പറ അല്ലാന്ന് പറ. അല്ല ക്യാമറയിലോ ക്യാമറ എടുക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ടി ഇവിടെ സപ്പോർട്ട് ഒരു ജീവൻ പോലും ഇല്ല. ഒരു ജീവനും ഇല്ല. തോച്ചാളുടെ രോദനം പോട്ടെ മോളെ ഇങ്ങനെ വരും. എന്താ മോളെ ഇങ്ങനെ വരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ കണ്ടിട്ട് കോപ്പി അടിച്ച് താരാകല്യാൺ ചാനൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. Like, share and subscribe. Bye bye. Love you guys so much. Bye.